Hi friends, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിന്റെ മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു വീഡിയോ എടുത്തിനല്ലോ. നൗഫലിന്റെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് നിറയെ കായ്ച്ചിക്കുന്ന ഒരു വീഡിയോ എടുത്തിനു. അതിമന്ന് ഒരു കൊമ്പ് കൊടുന്നീനു, ഒന്നല്ല 3 കൊമ്പ് കൊടുന്നീനു. അത് നമ്മൾ ചട്ടിയിൽ കുഴിച്ചിട്ടുണ്ടായിന്. അത് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി കുഴിച്ചിട്ടുള്ള എങ്ങനെ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അതിമന്ന് കൊടുന്ന 3 കൊമ്പ് ഇതാ ഈ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല രീതിക്ക് തെഗ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാറ്റി ഒരു സ്റ്റെമ്പുമ്പക്ക് ഇത് ഒരു തൂണുണ്ട്. ആ തൂണുമ്പക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കുഴിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു തൂണുണ്ട്. ആ തൂണിന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓൻ പറഞ്ഞ അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 6 അടിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കുഴിച്ചിടാനായിട്ടുള്ള തൂണാണ്. ഇതിന് 2 ഹോൾസ് ഉണ്ടാവും കേട്ടോ. ഇതിന് നമ്മൾ ഹോൾസൊക്കെ വെച്ച് ഇതേപോലെ ടയറൊക്കെ വെച്ചുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുഴിച്ചിട്ട് മണ്ണും മണലും മിക്സാക്കി വെച്ചാണ്. ഇതിലേക്ക് നമ്മൾ എല്ലുപൊടി പിന്നെ ചാണകം, നമുക്ക് പച്ച ചാണകം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചകിരിച്ചോറൊക്കെ മിക്സ് ആക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ഇതാ ചകിരിച്ചോറും എല്ലുപൊടി ഇതിൽ മിക്സ് ആക്കണം. ഇതാ ഈ മണ്ണിൽ മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചകിരിച്ചോറും ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഈ ടയർ ഇതാ നമ്മൾ ഈ കമ്പിമേ കറക്റ്റ് കെട്ടി കൊടുക്കാം കേട്ടോ. ഇത് സാവധാനത്തിൽ മതി. നമ്മൾ ചെറിയ ഇതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഇതിന് വെച്ച് കെട്ടി കൊടുക്കുക. നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പം ഇതിനുള്ള കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് തൂങ്ങിക്കണം. കണ്ടില്ല നിങ്ങൾ നൗഫലിൻ്റെ വീഡിയോയിൽ കണ്ടില്ല, അതേപോലെ വരാനാണ് നമ്മൾ കറക്റ്റ് കെട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറും എല്ലുപൊടിയും ചാണകം ആയതുകൊണ്ട് ചാണകം പച്ച ചാണകം കൊണ്ട് ഇവിടെ 2-4 സൈഡിലും കുഴിച്ചിട്ട് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാം മിക്സ് ആക്കാതെ ഈ സൈഡിലാണ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നല്ല കുറച്ച് കുഴിയാക്കിയിട്ട് ഇതാ ഒരു ചെറിയൊരു കുഴിയാക്കുക. 3 ഭാഗത്താണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ കുഴിയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ എത്രത്തോളം വേര് വന്നുകൊണ്ട് നോക്കാം. ഇതാണ് നമ്മൾ കുഴിച്ചിട്ടുള്ള ആ തണ്ട് കേട്ടോ. അതിൻ്റെ നോക്കാം. അറിയില്ല, ഇതാണ് സംഭവം. അറിയില്ലേ, ഇത് നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. ആദ്യം ഇവിടെ കുഴിയാക്കിയിട്ട് ആ കുഴിയിലേക്ക് വെക്കാം. ഇതേപോലെ തന്നെ വെക്കാം കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇതേപോലെ തന്നെ വെക്കുന്നുണ്ടോ. ഇച്ചിരി നമുക്ക് ചാരി കൊടുക്കാം. ബടിക്ക് വേര് പോയിക്കൊണ്ട് താഴേക്ക് എടുക്കാം. ഇതേപോലെ തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ. കേട്ടോ, ഇത് കുഴിയാക്കിയിട്ട് ഇതും അതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഇതാ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഈ സിമെൻറ്റിൻ്റെ ഈ കാല് കുഴിച്ചിട്ടുണ്ട് കുറച്ച് ഹൈറ്റിലാട്ടോ. കാരണം കണ്ടില്ലേ, കുറച്ച് താഴ്ത്തിയിട്ട് നമ്മൾ ഓട് വെച്ചിട്ട് മണ്ണ് നിറച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട്. കാരണം തുള്ളി വെള്ളം നിൽക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഹൈറ്റിൽ മണ്ണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വെള്ളമായി കഴിഞ്ഞാൽ നേരെ ഇറങ്ങിപ്പോയിക്കോളും. വെള്ളം മുട്ട് നിൽക്കാൻ പാടില്ല. അതിനാണ് ഇതേപോലെ തറടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് പൊങ്ങിയിട്ടാണ്. ഒരു 4 അടിയോളം മണ്ണ് നമ്മൾ ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓടാകുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കും. അതിനു വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ചുറ്റൂറൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക് കയർ കൊണ്ട് മറിഞ്ഞ കണ്ണിയും ഒന്ന് കെട്ടി കൊടുക്കുക. വെറുതെ വെല്ലൊന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ തൂണുമേ നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ശിഖരങ്ങൾ ഇതാ ഇവിടെ 2 ശിഖരങ്ങളുണ്ട്. ഇതൊക്കെ വലുതായിട്ട് നമ്മളിങ്ങനെ നീണ്ടു പോകുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കട്ടെ. കെട്ടി ഇതിൽ ഇങ്ങനെ വരും, നേരെ ഇങ്ങനെ തൂങ്ങി വരും കേട്ടോ. അതിന് വേണ്ടിയാണ് ഈ റൗണ്ടിലുള്ള ഈ ടയർ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഇത് ഇത്ര അല്പമായതുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുത്തു. ഇനി ഇതിങ്ങനെ വരുമ്പോൾ വലുതാണി വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കണം. നമ്മൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.